ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മുടെ ചാനൽ മെഡി അവയർനെസ് ചാനൽ പറയാൻ പോകുന്നത് എപ്പിസ്റ്റാക്സിസിനെ പറ്റിയാണ്. എന്ന് പറഞ്ഞാൽ മൂക്കിൽ നിന്ന് രക്തം വരും. അപ്പോൾ അതിനെപ്പറ്റിയുള്ള കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരാൻ പോകുന്നത് ഡോക്ടർ KV രാജൻ, റിട്ടയേർഡ് പ്രൊഫസർ ഓഫ് ENT TD മെഡിക്കൽ കോളേജ്, പ്രൊഫസർ ഓഫ് ENT പുഷ്പഗിരി മെഡിക്കൽ കോളേജ്. അപ്പോൾ ഇവിടെ പറയാൻ പോകുന്നത് ഇതുപോലെ മൂക്കിൽ നിന്ന് രക്തം വന്നാൽ ചെയ്യേണ്ട ഫസ്റ്റ് എയ്ഡിനെ പറ്റിയാണ്. വളരെ ശ്രദ്ധിക്കേണ്ട ഒന്നാണ് മൂക്കിൽ നിന്നുള്ള രക്തസ്രാവം. ഇത് ഒരു രോഗലക്ഷണമാണ്. കുട്ടികളിലും മുതിർന്നവരിലും ഏതാണ്ട് ഒരുപോലെ തന്നെ ഇത് കാണുന്നു. മൂക്കിലുണ്ടാകുന്ന വളരെ ചെറിയ ക്ഷതങ്ങളോ മുറിവുകളോ മുതൽ വളരെ ഗുരുതരമായതും മാരകമായതുമായ അസുഖങ്ങൾ വരെ ഇതിന് കാരണമായേക്കാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ കാരണം കണ്ടുപിടിക്കുക എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. അതിനുവേണ്ടി പലതരം ടെസ്റ്റുകളും പരിശോധനകളും ചെയ്യേണ്ടതായി വരും. എന്നിരുന്നാലും മൂക്കിൽ നിന്നുള്ള രക്തസ്രാവം നിർത്തുക എന്നുള്ളതാണ് അടിയന്തരമായിട്ടുള്ള കാര്യം. ഇപ്പോൾ ഈ കുട്ടിയുടെ മൂക്കിൽ നിന്ന് രക്തം വാർന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിന് നമുക്ക് ചെയ്യേണ്ടത്, മോനെ കൈയെടുത്ത് മൂക്കിൻ്റെ രണ്ട് സൈഡിലും വിരലുകൾ കൊണ്ട് ചേർത്ത് ഇങ്ങനെ അമർത്തി പിടിക്കുക. ഇങ്ങനെ ഒരു 5-10 മിനിറ്റ് നേരം ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുക. വാ തുറന്ന് വായി കൂടെ ശ്വാസം വിടുവാൻ പറയുക. ഇതിന് ചിലപ്പോൾ ഇതുകൊണ്ട് തന്നെ ഈ രക്തസ്രാവം, മൂക്കിൽ നിന്നുള്ള രക്തസ്രാവം നിന്നു പോകുന്നു. ഇല്ലയെന്നുണ്ടെങ്കിൽ ഇനിയും വേറെ ചില കാര്യങ്ങൾ കൂടി നമുക്ക് ചെയ്യാവുന്നതാണ്. ഒന്ന്, നനഞ്ഞ തുണിയെടുത്ത് വളരെ തണുത്ത വെള്ളത്തിൽ നനച്ച് മുക്കിയിട്ട് മൂക്കിൻ്റെ പുറത്തും സൈഡത്തും ഇങ്ങനെ ഇടുക. ഇത് കൂടാതെ ഐസ് കട്ട എടുത്ത് ഇങ്ങനെ നേർത്ത തുണിയിൽ പൊതിഞ്ഞതിന് ശേഷം അത് ഇങ്ങനെ മൂക്കിൻ്റെ സൈഡിലും പുറത്തും വെച്ചു കൊടുക്കാവുന്നതാണ്. ഇതുകൊണ്ട് മിക്കവാറും ചെറിയ തോതിലുള്ള രക്തസ്രാവങ്ങളൊക്കെ നിൽക്കാറുണ്ട്. ഇതുകൊണ്ടൊന്നും രക്തസ്രാവം നിൽക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ ഒരു ഡോക്ടറെ സമീപിക്കേണ്ടതാണ്.